കനത്ത ചൂടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മരുപ്പച്ചയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു തടാകം വറ്റി വരണ്ട് മരുപ്പച്ചയായി മാറിയ കഥയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ്. ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് 1,40,000 ചതുരശ്ര കിലോമീറ്ററിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വലിയ തടാകമായിരുന്നു മെഗാഫെസാൻ. ഇവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇന്ന് കാണുന്ന ഉപാരി എന്ന മരുപ്പച്ചയാക്കി ഈ തടാകത്തെ മാറ്റിയത്. തടാകത്തിനോട് ചേർന്ന് നടത്തിയിരുന്ന കൃഷികളും തടാകത്തിനുള്ളിലെ മത്സ്യസമ്പത്തുമായിരുന്നു ഇവിടെ വസിച്ചിരുന്നവരുടെ ഏക ആശ്രയം. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന ചൂടിനനുസൃതമായി തടാകത്തിലെ ജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ ജീവിക്കാനുള്ള പുതിയ സ്ഥലങ്ങൾ തേടി പലായനം ചെയ്തു. അതിനുശേഷം വീണ്ടും മെഗാഫെസാനിലെ കാലാവസ്ഥ പഴയതുപോലെയാകുകയും അടുത്ത ജനവിഭാഗം അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ചുനാൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ വീണ്ടും വ്യതിയാനം കണ്ടു തുടങ്ങി. അവർക്ക് ആശ്രയമായി ഉണ്ടായിരുന്ന ആ ജലാശയം വീണ്ടും വറ്റി വരളാൻ തുടങ്ങി. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ കുറച്ചു പേർ മാത്രം ഇവിടെ വാസമുറപ്പിച്ചു. ഇവർ ഭൂമിക്കടിയിലെ ഭൂഗർഭജലം തുരന്നെടുക്കുകയും ഇവിടെ കൃഷി ചെയ്തും ജീവിച്ചു. സഹാറൻ പമ്പിംഗ് എന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഗവേഷകർ പറയുന്നത്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് സഹാറൻ പമ്പിങ്ങിന്റെ അവസാന ഘട്ടമെന്നോണം ഇവിടെ ചൂട് കൂടുകയും മെഗാഫെസാൻ തടാകം വലിയ തോതിൽ വറ്റി വരളുകയും ഇന്നു കാണുന്ന സഹാറൻ മരുഭൂമി ഉടലെടുക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഏകദേശം 20 സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ കുഴികളിൽ മെഗാഫെസാൻ ലൈക്കിന്റെ ബാക്കി പത്രങ്ങൾ മരുപ്പച്ചയായി സ്ഥിതി ചെയ്യുന്നു. ടുവാർഗ് എന്ന ജനവിഭാഗമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ബ്ലൂമൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇക്കൂട്ടർ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നീല ചായത്തിൽ മുക്കിയ വസ്ത്രങ്ങളാണ് ഇക്കൂട്ടർ അണിയുന്നത്. അതുകൊണ്ട് ഈ ചായം ദേഹത്തു പറ്റി പിടിച്ച് ഇക്കൂട്ടർ എപ്പോഴും നീല നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. വേറെ നദികളുമായി ബന്ധമില്ലാതെ 20 സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഉപാരി മരുപ്പച്ചയിലെ ജലത്തിന് മറ്റു നദികളിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വസിക്കുന്ന ആളുകളുടെ ജീവിതവും അതികഠിനമാണ്. ഉപാരി മരുപ്പച്ചയെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം താഴെ കമന്റ് ബോക്സിലൂടെ. മറ്റൊരറിവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഞാൻ ഡിബിൻ. നന്ദി.